നീ ഒന്നും കാണുന്നില്ലല്ലേ? കാണുന്നുണ്ട്. എന്താ കാണുന്നത്? ഒരു ഫ്ലൈ ഓവർ കാണുന്നുണ്ട്. ഫ്ലൈ ഓവർ കാണുന്നുണ്ട്. അതല്ലാതെ വേറെ നീ ഒന്നും കാണുന്നില്ല? ഞാൻ ആദ്യം വിചാരിച്ചു മറ്റേ ടോൾ പ്ലാസ ആയിരിക്കും. ടോൾ പ്ലാസ ആയിരിക്കുന്നില്ലേ? അന്നേരം ആ കാഴ്ച നീ കണ്ട് ഞെട്ടാൻ തയ്യാറല്ലേ? ഉറപ്പാണല്ലേ? പിടിച്ചോ, ഫോൺ പിടിച്ചോ. പുറത്തോട്ട് ആ ക്യാമറ പുറത്തോട്ട് വെച്ചോണേ. നീ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല? ഇല്ല. ഉറപ്പാണല്ലേ? ഉറപ്പാണ്. എന്തുവാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ കൊണ്ടുപോവാ. എന്തുവാ നീ കണ്ട് നീ ഞെട്ടിക്കോ? നീ എന്ത് പറയുന്നൊന്നുമില്ല, കണ്ട് ഞെട്ടാൻ തയ്യാറായിക്കോ? ആ ലോറി കാണുന്നുണ്ടോ? ആ ലോറി ഏത് ലോറി? 2 ലോറി ഇരിക്കുന്നുണ്ടല്ലേ? ആ ലോറിക്കകത്തൊരു സാധനം ഇരിപ്പുണ്ട്. വള്ളമാണോ? വള്ളോ? എന്തായിരിക്കാം? ഫ്ലൈറ്റിന്റെ ചിറകോ? ഫ്ലൈറ്റിന്റെ ചിറകല്ല, കോപ്പ്. എന്താണത്? നമ്മളെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, പക്ഷെ നിനക്ക് മാത്രം അറിയത്തില്ല. ഓ, മറ്റേ സാധനം. ഏത് സാധനം? മറ്റേ കാറ്റാടിപ്പാടത്തിന്റെ വിൻഡ് വീലാണ്. പുറത്തോട്ട് വെച്ച് കാണിച്ച എങ്ങനെയുണ്ട്? പുറത്തോട്ട് എങ്ങനെയുണ്ട്? ചുമ്മാ വാ. ഞാൻ കരുതിയേ എന്താ ഞാൻ ശ്രദ്ധിച്ചില്ല ഇത് എന്താ കിടക്കുന്നേന്നുള്ളത്. പക്ഷേങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഞാൻ ചിറകായിരിക്കും. കാറ്റടി വിൻഡ് വീൽ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ചിറക് മാത്രമാണ്. ഒറ്റ ഒരു ചിറകാണ് കാണുന്നില്ലേ? ഒരെണ്ണത്തിൽ 2 എണ്ണം വരും. അത് ഒരെണ്ണം വരും. ഒരെണ്ണം മറ്റേ വണ്ടിയില്ല. ആ ട്രെയിലറിനകത്ത് ഒറ്റ ഒരെണ്ണേ ഉള്ളില്ലേ? എന്നാ നീളം നോക്കിയേ. നമ്മള് ദൂരെ നോക്കുമ്പോ ഒരു കടുകുമണിയോളം ഉള്ള സാധനം. നമുക്കിവിടെ നിർത്തി കണ്ടാലോ? ഇപ്പൊ എവിടായിരുന്നു? നോക്ക്, എവിടായി? ഇപ്പം നമ്മള് എന്താ ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു വോക്ക് പോർട്ട്. അന്നേരം നമുക്ക് ഇറങ്ങി കണ്ടിട്ട് വരാം. എടാ നിക്കുന്നത് തൂത്തുക്കുടി. അങ്ങനെ ഇപ്പൊ 3 സ്ഥലമായി, 3 ജില്ലയായി. 3 ജില്ലയായി. ഏതൊക്കെ ജില്ല നടന്നു? നമ്മളിപ്പോ കന്യാകുമാരി കഴിഞ്ഞു, തിരുനെൽവേലി കഴിഞ്ഞു, ഇപ്പൊ തൂത്തുക്കുടിയായി. തൂത്തുക്കുടി വന്നപ്പോ ആദ്യമായിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയൊരു സംഭവം ഇല്ലേ? അതെ. പിന്നെ എനിക്ക് തോന്നുന്നു 2 അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ 2 ഒരു എന്തോ ഫാക്ടറി ഉണ്ട് കേട്ടോ. ഈ എന്തോ ഫാക്ടറിയാണ്. പക്ഷേ ഭയങ്കര സംഭവം, ഭയങ്കര സ്ഥലം കേട്ടോ. എന്നാ പറയണ ഒന്നും പറയാനില്ല. പക്ഷെ നമുക്ക് ആ കാറ്റടിയുടെ ചിറകും വിന്നിലിന്റെ ചിറകും നോക്കി കണ്ടാലോ? ചെറുതായിട്ടൊന്ന് നമുക്ക് പോട്ട്. ഓക്കെ, എന്നാ നീളം അല്ലേ? ട്രെയിലറിനകത്ത് ഒരെണ്ണേ ഇരിക്കത്തുള്ളൂ. അതിന് നല്ല നീളത്തിലാ അത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തവരെ. എന്താ അല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കിലോമീറ്റേഴ്സിന് അപ്പുറം തൊട്ടേ നമ്മൾ ഇത് കാണുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ നോക്കുമായിരുന്നു ഇത് എവിടാന്നുള്ളത് അല്ലേ? ഇത് ഇവിടുത്തെ ഒരു പോർട്ടോ മറ്റോ ആണ്. എന്തിനാ? വോക്ക് പോർട്ട് എന്നാണ്. വെൽക്കം ടു വോക്ക് പോർട്ട് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഗ്രീൻ പ്ലാന്റ് എന്നാണ് ഇതിന്. ഇവിടെ മൊത്തം ഗ്രീൻ പ്ലാന്റ് എന്നാണ് ഇങ്ങനെ പറയുന്നത്. നമുക്ക് കറക്റ്റ് ആയിട്ടൊന്നും അറിഞ്ഞുകൂടാ കേട്ടാ. ഓക്കെ, എന്നാ നീളം നോക്കേ. ഞാൻ നടുക്കൂടെ നടന്നേ. പോട്ടെ. ഈ ലോറി ഇത് എങ്ങനെ ഓടിച്ചോണ്ട് വരുന്നത്? ഇത് ആർക്കറിയാം? എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. എന്തോ ഒരു ചിറകാണ്. ആ പാടെ 4 എത്ര ചിറക്? 3 ചിറകാ വരുന്നേലേ. ആ 3 ചിറകിന്റെ ഒരു ചിറകാണ് ഈ കാണുന്നത് കേട്ടോ. എന്നാ എങ്ങനെ പോയാലും ഒരു 200 അടിയോ 250 അടിയൊക്കെ കാണും. നീളം കാണും. നല്ല വെയിറ്റും കാണും ഇല്ലേ? ഈ സാധനമാണോ അല്ല നമ്മളെ എന്താ പറയുന്നേ, നമ്മള് കാറ്റാടി ഇങ്ങനെ കറക്കുന്ന പോലത്തെ കാണുന്നത്, ചെറിയ പമ്പരം പോലെ കറക്കുന്നതും ഒക്കെ ഇതിന്റെ വലിപ്പം സാധനമാണോ അല്ലേ? അതെ, ഈ ട്രെയിലർ ഇതാണ് വലിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. പക്ഷെ ഇതിന്റെ നീളം കണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടോ? അങ്ങ് കിടക്കും നീളത്തിയണ്ടോ? അത് മാത്രല്ല ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് ഇപ്പം കേട്ടാ. അതെ, കർണാടകയിൽ നിന്നാണ് സംഭവം വരുന്നത് കേട്ടോ. ബിനിഷ, എന്നാലും ഒരു വിൻഡ് വീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ചിറകൾ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. പക്ഷെ അന്നേരം ഈ 3 ചിറകായപ്പോ അതിൽ ഒരു ചിറകാണ് ഈ കാണുന്നത് കേട്ടോ. അതെ, സത്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് പോയതാട്ടോ. എന്നാ എന്തുമാത്രം നീളമുണ്ട്. അന്നേരം ഇതിന്റെ കാലായിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലേ, ചിറകിന്റെ ഭാഗം, അതിന്റെ മോട്ടർ, ബാക്കിയുള്ള ഭാഗം, അന്നേരം അത് എന്തുമാത്രം വലിപ്പമുള്ളതായിരിക്കും. അത് ഇതൊക്കെയായിരിക്കും കൊണ്ടുവരുന്നല്ലേ. അതുപോലെ ഇതിനെക്കാട്ടിൽ ഹെവി ആയിട്ടുള്ളതായിരിക്കുമല്ലോ. ഇതിന് ഇത്ര 3 എണ്ണത്തിനെ താങ്ങി നിർത്തുന്ന ഒരു ഇതല്ലേ. ഈ ചിറകിന്റെ നീളം ഇത്രയുണ്ട്. ഇത്രയും നീളമുള്ള ചിറകാണ്. അന്നേരം അതിന്റെ ലെഗിന്റെ ഹൈറ്റോ? അതാണ്. കാരണം ആ ലെഗ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഉയർത്തി പോയാലായിരിക്കും ഈ ചിറക് ഘടിപ്പിക്കാൻ പറ്റുന്നത്. അതെ, ഇവിടെ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മള് തൂത്തുക്കുടി വന്നിരിക്കുകയാണ്. അന്നേരം തൂത്തുക്കുടിയിലെ കാഴ്ചകൾ നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നല്ലേ. അന്നേരം യാത്ര തുടരുകയാണ്. നല്ല സ്ഥലം കണ്ടെത്തി ഞങ്ങൾ പാചകം തുടങ്ങാൻ പോവുകയാണ് അല്ലേ. ഓക്കെ, പോയാലോ.
അന്നേരം നമ്മള് കാറ്റാടി കണ്ടു കഴിഞ്ഞു. അതെ അതെ, നമുക്ക് ഒരുപാട് വിവരിച്ചൊന്നും പറയാൻ അറിയില്ല. അങ്ങനെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ അതിനെ കുറിച്ച് അറിയെങ്കിൽ പറയല്ലേ, പറഞ്ഞുതരണം. നമുക്ക് വലിയ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും അറിയില്ല. പക്ഷെ അടുത്തൊരു സംഭവം കാണിക്കാൻ പോവല്ലേ, എന്താ കാണിക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഈ കാണുന്ന സംഭവം ഇത് ഞങ്ങൾ ഒരുപാട് ദൂരേന്ന് കണ്ടു. പക്ഷെ എന്താണ് അതിനകത്ത് പ്രവർത്തിപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. നമുക്ക് അതിനകത്ത് കയറാനുള്ള പെർമിഷനും ഇല്ല. ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ മുമ്പേ ഞങ്ങൾ കണ്ടൊരു സംഭവമാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് നോക്കിയപ്പം ഇച്ചിരി ഉള്ളായിരുന്നു, പക്ഷെ അടുത്തോട്ട് വന്നപ്പോ ഇതിന്റെ വലിപ്പം, അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര വമ്പൻ സാധനമാണത്. നമുക്ക് അതിനകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ല. എന്തുമായിരിക്കും ഇവിടെ ചെയ്യുന്നത്? ആ കാണുന്ന വലിയ ഒരു സൗണ്ട് പോലൊക്കെ കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഇലക്ട്രിസിറ്റിയുടെ സംഭവം ഇങ്ങനെ പാസ് ചെയ്യുന്നോണ്ടാണ്. എനിക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണോ അറിയാൻ വയ്യ. അതിന്റെ ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല. ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ ബോർഡ് വായിച്ചിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കായിരുന്നു. പക്ഷെ ഭയങ്കര ഏരിയ കവർ ചെയ്തിരിക്കൂടെ. ആ 2 ടണൽ, വലിയ ടണലുണ്ടല്ലോ, ടണൽ എന്ന് വെച്ചാൽ ആ പുകക്കൊള്ളിലുള്ള സാധനം എന്നാ വലിപ്പം ഇല്ല. പുക വരുന്നുണ്ട് അതിന് വെളിയിൽ നിന്ന്. ഭയങ്കര സൈസാട്ടോ, ഭയങ്കര സൈസ്. നമ്മള് പറഞ്ഞാൽ എത്രമാത്രം മനസ്സിലാവും അറിയാൻ വയ്യ, പക്ഷെ അതിന്റെ വലിപ്പം അത്രയും സൈസാണ്. പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് ഈ ഒരു സ്പോട്ടൊക്കെ. കറങ്ങുന്നുണ്ടോ ആ സാധനം? കാണുന്ന കാറ്റാടിയാണ് ആ ലോറിയുടെ മണ്ടയ്ക്ക് ഇരുന്ന് കണ്ടോ, അതോ കണ്ട് കറങ്ങുന്നുണ്ടോ? ഇവിടെ നിന്ന് നോക്കി ഇച്ചിരിയേ ഉള്ളതില്ലേ, പക്ഷെ അതിന്റെ ഹൈറ്റ് ഒന്ന് കണ്ടോ, ആ ചിറകിനെക്കാട്ടി എന്തുമാത്രം ഹൈറ്റിലാണ് ആ നിൽക്കുന്ന മുട്ടാതെ ഇങ്ങനെ കറങ്ങാം അല്ലേ, എന്തുമാത്രം ഹൈറ്റിലായിരിക്കും അപ്പൊ അത് വെച്ചിരിക്കുന്നത്. അതെ അതെ, അതിന്റെ കാലിന് എന്തുമാത്രം നീളം കാണുമായിരിക്കും. എങ്ങനെ പോയാലും കോടികളായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ ഒരു കാറ്റാടിക്ക് വേണ്ടി. ഇത് കർണാടകയിൽ നിന്നാണ് ആ അവിടെ കിടന്ന ട്രെയിലർ, ആ കിടന്ന ലോറി എന്ന് പറഞ്ഞാൽ കർണാടകയിൽ നിന്ന് ലോറി കേട്ടോ. അന്നേരം എനിക്ക് തോന്നി കർണാടകയിൽ നിർമ്മിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ. എന്നാലും നമ്മളെ കാർ അങ്ങനെ എത്ര കിലോമീറ്റർ ഏകദേശം യാത്ര ചെയ്യുന്ന അറിയിപ്പം 250 കിലോമീറ്റർ യാത്ര ചെയ്ത്, 300 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അന്നേരം നമ്മളെ വണ്ടിയുടെ കോലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളെ റോഡ് അടിപൊളിയായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ വന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമായി ഇതൊരു കട്ടറിലൊക്കെ ഇറങ്ങുമ്പോഴേ. എന്താന്ന് അറിയത്തില്ല, എനിക്കൊരു വല്ലാത്തൊരു വിഷമം പോലെ. ചെറിയ ഹമ്പൊക്കെ കയറി ഇറങ്ങുമ്പോഴേ ഞാൻ വഴക്ക് പറയും, ഒന്ന് പെതുക്കെ ഇടണേന്ന് പറയും. ഒരു 20-80 കിലോമീറ്ററോളം ചെയ്യാൻ വേണ്ടി ഏകദേശം എനിക്ക് 10 മിനിറ്റോ 15 മിനിറ്റോ അങ്ങോട്ട് മതി. 20 കിലോമീറ്റർ നല്ല റോഡാണ്. ഞാൻ ആദ്യമേ നമ്മളുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഞാൻ ആദ്യത്തെ വീഡിയോയിലേ പറഞ്ഞു നമ്മൾ തമിഴ്നാട് കയറി കുറച്ചായപ്പോഴേ ഞാൻ പറഞ്ഞു നല്ല റോഡാണ് അവിടെ വീടല്ലേ, നല്ല റോഡാണ്, നല്ല ഭംഗിയാന്ന് ഞാൻ പറഞ്ഞു. കൊള്ളാല്ലേ? ഇന്നലെ തൂത്തുക്കുടി വന്നത് വെറുതെ ആയോ? ഇല്ല ഇല്ല ഇല്ല, ഒന്നും വെറുതെ ആയില്ലല്ലേ. വെറുതെ. പിന്നെ നമ്മള് തൂത്തുക്കുടി കയറി ഇപ്പം ഇനിയിപ്പോ ജസ്റ്റ് നമ്മൾ പോകാൻ പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. ഇനി എങ്ങോട്ടാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? അടുത്ത നമുക്ക് ഉപ്പുപാടം പോയി കാണാം. ഇവിടെ തൂത്തുക്കുടി ഉപ്പുപാടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഉപ്പ് നിർമ്മിക്കുന്ന സ്ഥലത്ത് നമുക്ക് പോയിട്ട് ഇനി അത് കാണാം. അവിടെ പെർമിഷൻ ഉണ്ടാവോ? അവിടെ നമുക്ക് അല്ലാതെ കയറി കാണാം. ഇന്നത്തെ യാത്ര നമുക്ക് മോശം ദിവസമായിരുന്നു. അതെ, ഇന്ന് രാവിലെ തൊട്ട് നമുക്ക് ഫുള്ള്, കാരണം നമ്മുടെ വണ്ടിക്കല്ല അതിനകത്ത് വെച്ചൊരു സാധനം, വണ്ടിയുടെ ഫ്യൂസ് കാരിയർ കംപ്ലൈന്റ് ആയി. ഫ്യൂസ് കാരിയർ എന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്ത് നമ്മള് DC ഔട്ട് എടുക്കുന്ന 2 പിന്നുണ്ടായിരുന്നു, അതിനോട്ടുള്ള സപ്ലൈ വരുന്നത്. എന്നാലേ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അന്നേരം അതിന് ഫ്യൂസ് കംപ്ലൈന്റ് ആയി. പിന്നെ അതിന്റെ ടെക്നീഷ്യനൊക്കെ വിളിച്ച് സംസാരിച്ചു, എന്നിട്ടാണ് ആ ഫ്യൂസ് ചേഞ്ച് ചെയ്തത്. അത്രയും സമയം നമുക്ക് പോയി. നമ്മളെ ഫേസ്ബുക്കിൽ ലൈവ് വന്നായിരുന്നു. അന്നേരം എത്ര പേര് കണ്ടെന്ന് അറിയാൻ വയ്യ. ആ ലൈവിനകത്ത് നമ്മൾ അതെല്ലാം പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ ടോൾ പ്ലാസ വന്നപ്പോ നമ്മള് ഫാസ്റ്റ് ട്രാക്ക് വർക്ക് ചെയ്യുന്നില്ല. മൊത്തത്തിൽ ശോകം. ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. രാവിലെ ചായ മാത്രം കുടിച്ചോളൂ. ഞങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കാന്ന് വിചാരിച്ചപ്പം സ്ഥലക്കുറവെന്ന് പറയാൻ പറ്റില്ല, ഉള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് എന്താ പറയുക, നമുക്ക് ഒട്ടും കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. വേസ്റ്റും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നു. പിന്നെ ഇപ്പൊ നാടെ മഴ പെയ്യുന്നു. ഇന്നത്തെ ഉച്ചഭക്ഷണം ഒരു വൈകുന്നേരം ആവും തോന്നുന്നു. നമുക്ക് അറിയത്തില്ല എങ്ങനെയാന്നുള്ളത്. യാത്ര കൂടുതലും ഇവിടെ തന്നെ നിൽക്കാൻ ചാൻസ് ഉള്ളൂ, തൂത്തുക്കുടി നിൽക്കാൻ ചാൻസ് ഉള്ളു കേട്ടോ. നാളെ നമ്മള് ധനുഷ്കോടി ഉറപ്പായിട്ടും പോയിരിക്കും അല്ലേ. മാക്സിമം തൂത്തുക്കുടിയിൽ നിന്ന് നമുക്ക് മാക്സിമം ധനുഷ്കോടിയിലോട്ട് എത്താനായിട്ടുള്ള അല്ലെ ആ ഒരു കിലോമീറ്റർ കുറച്ച്. കാരണം നമ്മള് എനിക്ക് തോന്നുന്നു ഇന്നലെ തൊട്ട് പ്ലാൻ ചെയ്യുന്നെന്ന് തോന്നുന്നു ധനുഷ്കോടി പോകുന്ന കാര്യങ്ങൾ, പക്ഷെ നടക്കുന്നില്ല. പ്ലാന്റ് കണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആണവ നിലയം കണ്ടാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. വൃത്തികെട്ട എന്റെ അടുത്ത് അങ്ങൂന്നേ പറയുവാണ് ആ കാണുന്നതാണ് ആണവ നിലയം. ഞാൻ ഇരുന്ന് ഗൂഗിളിൽ നോക്കുക അതെന്തോ. പിന്നെ പറയുന്നത് അത് അവനും അറിയത്തില്ല എന്തോ ആണെന്നുള്ളത്. ബാക്കിയുള്ളത് സമയം ആണവ നിലയം എവിടെ? അതിന്റെ പേരെന്തായിരുന്നു? എനിക്കറിയത്തില്ല. കന്യാകുമാരിക്ക് അടുത്തായിരുന്നു ആണവ നിലയം. അതൊക്കെ കഴിഞ്ഞു, കന്യാകുമാരി കഴിഞ്ഞു മിസ്റ്റർ. എന്തോ ആണവ നിലയായിരുന്നു, പേരങ്ങ് മറന്നുപോയല്ലേ.
അതല്ല നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ കൂടംകുളം തന്നെയാണ്. കൂടംകുളം ആണവ നിലയം. വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി അവിടെ ഉത്പാദിപ്പിക്കുന്നത് ആണവ നിലയമാണ്, റിയാക്ടറുകളാണ് ഉപയോഗിക്കുന്നത്. അന്നേരം ഹിരോഷിമ നാഗസാക്കി കേട്ടിട്ടുണ്ടോ? ഹിരോഷിമ നാഗസാക്കി അവിടെ ഒരു ആണവ നിലയം തകർന്ന ഷൊർണോബിലിന്റെ സ്ഥലമുണ്ട്. ഈ ഹിരോഷിമ നാഗസാക്കി എന്ന് പറഞ്ഞാൽ പണ്ട് അമേരിക്ക ബോംബിട്ട സ്ഥലമാണ്. അവിടെ ആണവ ദുരന്തം. പിന്നെ ഷൊർണോബിൽ എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ആണവ ദുരന്തം നടന്ന സ്ഥലമാണ്. ഇതിനൊക്കെ ന്യൂക്ലിയർ റിയാക്ടർ പൊട്ടിത്തെറിച്ചാണ്. ഇത് ന്യൂക്ലിയർ റിയാക്ടർ ആണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഭയങ്കര വലുതാണ്. മഴ കൂടി വരുന്നുണ്ട്. നമുക്ക് അപ്പം പോകാം ഇവിടുന്ന്. അതെ അതെ. അന്നേരം ഇന്ന് സമ്മാനം കൊടുക്കണ്ടേ? അതെ, കൊടുക്കണം. എന്നാ ആർക്കാ എന്തോ സമ്മാനം കൊടുക്കുന്നത്? ഇന്ന് നമ്മള് ഒരു ഫേസ് ക്രീം കൊടുക്കാം. ഫേസ് ക്രീം ഇന്നലെ അപ്പൊ 2 ദിവസം നമ്മള് ഒന്ന് ഓയിൽ, മറിയാസിന്റെ ഒരു ഓയിൽ കൊടുത്തു, മറിയാസിന്റെ ഒരു അരോ റൂട്ട് പൗഡർ കൊടുത്തു. ഇന്ന് നമുക്ക് മറിയാസിന്റെ ഒരു നൈറ്റ് ക്രീം കൊടുക്കാം. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അതിന്റെ കൂടെ ഈ കണ്ണിന്റെ കറുപ്പ് മാറ്റുന്ന സാധനം കൂടെ കൊടുത്താലോ? നിനക്ക് മാറ്റമുണ്ടോ? എനിക്ക് നല്ല മാറ്റമുണ്ട്. കൊടുക്കാം. നിങ്ങൾ കാണുമ്പം എനിക്കറിയാം ഡാർക്ക് സർക്കിളിൽ ഇരിപ്പുണ്ട്, പക്ഷെ അതിനേക്കാളും ഭീകര ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് ഭയങ്കര ഡാർക്ക്നെസ് ഉണ്ടായിരുന്ന ആളാണ്. അതിൽ നിന്നൊക്കെ ചേഞ്ച് ആയിട്ട് ഇപ്പം നല്ല മാറ്റമുണ്ട്. അത്യാവശ്യം എനിക്ക് കണ്ണിന്റെ കറുപ്പ് മാറിയിട്ടില്ലേ? നീ ഒന്ന് പറഞ്ഞു കൊടുക്ക, നിങ്ങളൊക്കെ എന്നെ കാണുന്നതല്ലേ. അപ്പൊ നല്ല രീതിയിൽ എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട്. രണ്ടു പേർക്ക് നമ്മൾ ആ സമ്മാനം കൊടുക്കുന്നത്. ഒരാൾക്ക് രണ്ട് സമ്മാനം. അതായത് നേരിട്ട് വാങ്ങാൻ താല്പര്യം പറഞ്ഞാൽ മതി. മറിയാസ് മറിയാസ് ന്യൂട്രൽസ് എന്നാണ് അവരുടെ ഇത്. അവർക്ക് ആമസോണിലുണ്ട്, വെബ്സൈറ്റും ഉണ്ട്. ഇനി ആമസോൺ ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും പറ്റും. അതല്ല ഇനി ഡയറക്റ്റ് പർച്ചേസ് ആണെങ്കിൽ അങ്ങനെയും പറ്റും. നമ്മൾ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ നേരിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അവരുടെ ഒരു ഡയറക്റ്റ് കസ്റ്റമർ ആണ്. അതായത് നമ്മൾ എന്നാണോ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതൽ ഇനി എൻഡ് ആവുന്നത് വരെ നമ്മൾ എല്ലാ ദിവസവും ഗിഫ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മളുടെ ഈ വീഡിയോസ് കാണുന്നവർക്കും ഏറ്റവും ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എപ്പോഴാണെന്നറിയാം, നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ആ മൂന്ന് ഗോൾഡ് കോയിൻ ആണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആരാണ് ആ 3 ഭാഗ്യശാലി എന്ന് അറിയത്തില്ല, പക്ഷെ നമ്മളുടെ വീഡിയോസ് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന അവർക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കൂടുതലായിട്ടും ആക്റ്റീവ് ആയിട്ടുള്ളത് യൂട്യൂബിലാണ്. യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മള് ആ ഒരു വ്യൂ ഉണ്ടോ? ആ ഫാക്ടറിയുടെ വ്യൂ ഭയങ്കര ഒരുപാട് ഏരിയ കവർ ചെയ്തിരിക്കുകയാണ്. നേരിട്ട് കാണാൻ ഇത് ഭയങ്കര രസമാണ് കേട്ടോ, അല്ലേ? അത് മാത്രമല്ല, എന്തോരം ആൾക്കാർ അതിനകത്ത് ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. സ്ക്രീൻ വലുതാക്ക്. അതെ അതെ, ശരിയാണ്. നല്ല ആൾക്കാരുടെ വർക്ക് ഉണ്ടായിരിക്കും. ഒരുപാട് പേർക്ക് ജോലി, അല്ലേ? അതെ അതെ. നമ്മളെ കേരളത്തിൽ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രി ഒന്നും വളരെ കുറവല്ലേ, ഇല്ലാന്ന് വേണമെങ്കിൽ പറയാല്ലേ. ഉണ്ടായി തന്നെ നമ്മളിവിടെ ചവറ ടൈറ്റാനിയം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. വേറെ ഞാൻ കണ്ടിട്ടില്ല. NTPL എന്നാണ് അവിടെ എഴുതിക്കണ്ടോ, NTPL. കൂട്ടുകാരെ, അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ അവിടെ നിന്ന് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. എന്തേ ഇതാണ് കേട്ടോ, തമിഴ്നാട് പവർ ലിമിറ്റഡ് ആണ്. ഇവിടെ ഇതിനകത്ത് കറണ്ട് ആണല്ലേ, ഇതാണ് അതിന്റെ എൻട്രൻസ് കേട്ടോ. ഇങ്ങനെ കേറാനായിട്ടുള്ള ഒരു ഇത് ഇട്ടിട്ടുണ്ട്. എങ്ങനെ ഇത് സൂം ചെയ്യുന്ന എങ്ങനെയോ കണ്ടാ, കാണാൻ പറ്റുന്നില്ലേ? അതാണ് ഇതിന്റെ അകത്തോട്ട് കയറാനുള്ള വഴി. പക്ഷെ നമുക്ക് പെർമിഷൻ ഇല്ല. ഇതൊക്കെ കണ്ടോ, നിക്കുന്നുണ്ടോ? എന്തോ ഹൈറ്റിലാ നിക്കുന്നല്ലേ, നോക്കിക്കേ. പവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് കേട്ടോ. പക്ഷെ ഇത് എങ്ങനെയാണോ, അതിനാണോ അറിയാൻ വയ്യ. പക്ഷെ ഞങ്ങൾ രീതിക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ്. ആണവ നിലവല്ല, പക്ഷെ വേറെ കൽക്കരിക്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നതായിരിക്കും അല്ലേ? ഇപ്പൊ അങ്ങനെ എന്തുവാണെന്ന് അറിയത്തില്ല, നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാതെ. അതെ അതെ. ആണവ നിലയാകുമ്പോ ഇങ്ങനെ അടുത്ത് അങ്ങനെ ആൾക്കാർക്ക് പോയി നിൽക്കാൻ പറ്റത്തില്ലല്ലേ. ഇത് പക്ഷെ കുഴപ്പമില്ല, ഒരുപാട് ആൾക്കാർക്ക് വന്നു പോകാൻ പറ്റും. റോഡ് വഴിയുടെ സൈഡിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടൊന്നും അറിയില്ല. അന്നേരം നമ്മൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തോ NTPL എന്നാണ് എഴുതിയിരിക്കുന്നുണ്ടോ, മറ്റേ ഷോർട്ട് ഫോം ആണോ അതെന്തോ പേരാണോ അറിയാൻ വയ്യ. അന്നേരം അതെന്താണെന്ന് അറിയുന്നവർ ജസ്റ്റ് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മൾ അങ്ങനെ കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് കണ്ടേ വൈദ്യുതി. അത് കാരണം നമ്മൾ കണ്ട പവർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അതിന്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ് ആ കാണുന്നതൊക്കെ. കാരണം ഇലക്ട്രിസിറ്റി ലൈൻ പോയാണ് കേട്ടോ. അവിടെ തന്നെ വലിയ ട്രാൻസ്ഫോമറും കാര്യങ്ങളും സപ്ലൈ ചെയ്യുന്ന മെയിൻ ഭാഗം അതായിരിക്കും കേട്ടോ. അന്നേരം അവിടുന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഒരു കെമിക്കൽ ഫാക്ടറി ഇല്ലേ വിനീഷ? ഇതൊരു കെമിക്കൽ ഫാക്ടറി അല്ലേ? അതെ അതെ. ഇതില് ആൽക്കലി കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഷൻ ലിമിറ്റഡ് ആണ്. ഫെർട്ടിലൈസർ ലിമിറ്റഡാ. അതാണ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, രണ്ടും രണ്ടായിട്ടാണ് ചെയ്യുന്നതെന്ന്. ഒന്ന് വൈദ്യുതിയുടെയും ഒന്ന് ഇതുപോലൊരു ഫെർട്ടിലൈസേഷൻ ലിമിറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ആൽക്കലി കെമിക്കൽസ് ആണ് ഇവിടെ ചെയ്യുന്നത്. തമിഴ്നാട്ടിലൊക്കെ വന്ന് ഇൻഡസ്ട്രി ഭയങ്കര കേട്ടോ. നമ്മുടെ കേരളത്തിലൊന്നും ഇല്ലാത്ത കണക്ക് തന്നെയാണ് ഇവിടെ വന്നാൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ.
പക്ഷെ നമുക്ക് അതിന്റെ അകത്ത് കയറിയാന്നും എടുക്കാനുള്ള പെർമിഷൻ ഒന്നും കാര്യങ്ങളും ഒരു പെർമിഷൻ ആരും തരത്തില്ല. ഈ കാണുന്നു ഇവിടെ കാണുന്നുണ്ടോ വലിയ വലിയ മിഷനറീസ് ഒക്കെ ആണ്. ആ ഫണ്ടിലെ കണ്ടോ വലിയ ടണൽ, ആ ഇവിടെ പുകയൊക്കെ വരുന്നുണ്ടല്ലേ. സംഭവം എങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ കണ്ടൊരു കാഴ്ച ഞങ്ങൾ പങ്കുവെക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ ഈ പൈപ്പ് ലൈനൊക്കെ പോയിരുന്നുണ്ടോ? ഈ പൈപ്പ് ലൈൻ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ലിക്വിഡോ അല്ലെങ്കിൽ ഇത് പറയുന്നത് എണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരിക്കും അല്ലേ. ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അവിടെയും പൈപ്പ് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. വലിയ പൈപ്പല്ലേ, അതിൽ കുടിവെള്ളം പോകുന്നതല്ലാന്ന് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ 1, 2, 3, 4 പൈപ്പ് അങ്ങനെ അടുപ്പിച്ചിടേണ്ടി വരുമോ? വലിയൊക്കെ ഉണ്ടോ, വലിയ നല്ല കനമുള്ള പൈപ്പ്, ഇരുമ്പിൻ്റെ സ്റ്റീലിൻ്റെ പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. അത് കണക്ക് അവിടെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇതൊക്കെ എന്താണെന്നുള്ള വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും അറിയായിരിക്കും. അവർ കമന്റ് ചെയ്യാൻ മറക്കണ്ട. കമന്റ് ചെയ്യണം, നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ തമിഴായോണ്ട് ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് സംസാരിക്കാനൊക്കെ. ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ, അധികം ഞങ്ങൾക്ക് തമിഴ് അങ്ങനെ വലുതായിട്ട് അറിയാത്തത് കൊണ്ട് എല്ലാത്തിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അന്നേരം ഇതെന്താണെന്ന് ജസ്റ്റ് അറിയുന്നവർ കണ്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഞങ്ങൾ കുക്കിംഗ് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇന്നത്തെ ദിവസം ഒന്നും ആഹാരം പോലും രാവിലെ കഴിക്കാൻ പറ്റിയില്ല. ദീപാവലിയുടെ പലയിടത്തും കട അടച്ചിട്ടിരിക്കുവാണ്. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ പാചകം ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ യാത്ര വാൻ ലൈഫ് ആയതുകൊണ്ടേ അന്നേരം എവിടെയെങ്കിലും നല്ല സ്ഥലം കണ്ടെത്തി അവിടെ കുക്ക് ചെയ്യാൻ പോവല്ലേ. അതെ, ഇവിടെ ഞാൻ പറഞ്ഞിട്ട് എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്. എവിടെയും നമുക്കൊന്ന് നിർത്തി കുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ ഇതുവരെയും കണ്ടില്ല. പക്ഷെ ഇന്നലെ നല്ലൊരു സ്പോട്ട് നമുക്ക് കിട്ടിയായിരുന്നു. ഇന്ന് ഇതുവരെയായിട്ടും ഒന്നും കഴിച്ചിട്ടും ഇല്ല, അങ്ങനെ ഒരു സ്പോട്ട് കണ്ടിട്ടില്ല. ഒന്നാമത് ഈ ദീപാവലി കാരണം എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് ഇങ്ങനെ നടക്കാം. പക്ഷെ നമുക്ക് കേരളം എന്തോ എവിടെ നോക്കിയാലും മരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുക. അതെ, വല്ല നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് നമ്മൾ എത്ര അടിപൊളിയായിരുന്നു. അതെ, നമ്മള് ഇന്നലെ പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ കയറിയപ്പോ അവിടുത്തെ ചേച്ചി എന്താ പറഞ്ഞേ? ശരിയാ, അവര് തമിഴാണ്, പക്ഷെ അവർക്ക് മലയാളികളെയാണ് ഇഷ്ടം, കേരളമാണ് ഇഷ്ടം. കേരളത്തിലെ പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ അതായത് തമിഴിലെ ആമ്പിള്ളാരെ ഇഷ്ടമല്ല. കാരണം എപ്പോഴും എന്തായാലും സൺഡേയും സണ്ണീന്നൊക്കെയല്ലേ പറഞ്ഞത്. അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? മീൻസ് എന്താ, എപ്പോഴും അവര് അടിയും വഴക്കും എപ്പോഴും മദ്യപിച്ചൊക്കെ നടക്കുന്നവരാ. കേരളത്തിലെ ചെറുക്കന്മാര് നല്ലത്, പെൺകുട്ടികളും നല്ലത്. എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അവർക്ക്. എന്റെ അടുത്താണെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ചു. അപ്പൊ ഞങ്ങളുടെ കയ്യിലൊരു ദീപാവലി സ്വീറ്റ് ഉണ്ടായിരുന്നു. നമ്മളത് അവർക്ക് ഷെയർ ചെയ്തപ്പോഴത്തേക്കും അതിൽ കുറച്ച് എനിക്ക് ഇങ്ങനെ എടുത്ത് വായിലൊക്കെ വെച്ച് തന്നു. ഒരു ചേച്ചിയായിരുന്നു. നമ്മള് CNG അടിക്കാൻ കയറിയപ്പോഴത്തേക്കും കണ്ടതാട്ടോ. ഓക്കെ, അങ്ങോട്ട് പോയാലോ. നമ്മൾ ഒരുപാടൊന്നും കവർ ചെയ്യാനില്ല, ഇങ്ങനെ റൗണ്ട് ചെയ്ത് കാണിക്കാൻ മാത്രമേ ഉള്ളൂ. കാരണം ആ കാണുന്ന ഫർണസൊക്കെ ഉണ്ട്, ഭയങ്കര സൈസുള്ള ഫർണസൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഞാൻ പറയുന്ന വാക്ക് തന്നെ കറക്റ്റ് ആണെന്ന് അറിയാൻ വയ്യ. ആ പുകക്കുഴൽ എന്ന് വേണമെങ്കിൽ പറയല്ലേ, അത് ഭയങ്കര സൈസാണ്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും നമ്മൾ KGF മൂവിക്കകത്ത് കണ്ട കണക്കുള്ള വലിയ സീൻസ് ആണ് കേട്ടോ. കാരണം അത്രയ്ക്കും ഉണ്ട് ഇവിടെ. കാരണം പറഞ്ഞാൽ പോലും തീരത്തില്ലല്ലേ. പുക പോന്ന് നോക്കേ, കട്ട പുകയില്ലേ. ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മളെ നാട്ടിൽ, അല്ലെങ്കിൽ ഞങ്ങളെ കൊല്ലത്താണ്. കൊല്ലം നമ്മുടെ ടൈറ്റാനിയം മാത്രമല്ല ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതാണെങ്കിൽ വേറെ എങ്ങനെ ഞാൻ പലതും കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ അങ്ങനെയല്ല, അടുപ്പിച്ചടി ഇങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രിയിലുണ്ട് അല്ലേ. ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ട്. വണ്ടി എടുത്തോ, നോക്കിയേ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. എല്ലാം ഇങ്ങനെ എന്താ വൈദ്യുതിയുടെ ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റും എന്ന് അറിയത്തില്ല, പക്ഷെ അല്ലേ നല്ല ഭംഗിയായിട്ടാണ്. ട്രാൻസ്ഫോമറിന്റെ ഒക്കെ വലിപ്പം കണ്ടു, ട്രാൻസ്ഫോമർ ആയിട്ടിരിക്കുന്നത്. ഇത് സബ്സ്റ്റേഷൻ അല്ലേ. പക്ഷെ ഇത് ഇട സൈഡ് കാണിച്ചേ, ഇട സൈഡിൽ അവർക്ക് അങ്ങനെ വലുതായിട്ട് കാണാൻ പറ്റത്തില്ല. കണ്ടോ, ഇതാണ് സംഭവം. നമ്മള് ഇത്രയൊക്കെ കണ്ടുള്ളൂ. ഇതൊക്കെ അതിനകത്തോട്ട് കേറുന്ന വഴിയും കാര്യങ്ങളോ, പക്ഷെ നമുക്കൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ മരങ്ങളും ഒക്കെ നിക്കുന്നോണ്ടേ വലുതായിട്ടൊന്നും എന്തായിരിക്കും സംഭവം അറിയാൻ വയ്യ. ഏകദേശം ഞങ്ങളൊരു 2-2.5 കിലോമീറ്ററോളം യാത്ര ചെയ്തു കേട്ടോ. ഈ 2.5 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് പോലും ഈ ഇൻഡസ്ട്രി മേഖല തീർന്നില്ല കേട്ടോ. അത്രയും വലിയൊരു കോമ്പൗണ്ടിനകത്താണ് നിൽക്കുന്നത്. കൊറേ നേരമായി യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതുവരെ ഇവിടെ ദീപാവലിയുടെ ആഘോഷം ഒന്നും ഇവിടെ മൊത്തം പടക്കം പൊട്ടിക്കുന്നു. വേണ്ട, അവിടെ കിടക്കുന്നുണ്ടോ തറയിലൊക്കെ. നമ്മള് ഇത്രയും ദീപാവലിയുടെ ആഘോഷം ഇപ്പഴാ കണ്ടത് കറക്റ്റ് ആയിട്ട്. ദീപാവലി അല്ല, അവിടെ പേപ്പർ ഇങ്ങനെ പിള്ളേരെ എറിഞ്ഞ് കളിക്കുക. പടക്കമൊക്കെ പൊട്ടിയ ഒരു അറ്റ്മോസ്ഫിയർ കാണുന്നുണ്ട്. തകർത്ത് പിടിച്ചിരിക്കുന്നുണ്ടോ? പഠിച്ച നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും എല്ലാം പടക്കം പിടിച്ച് അടിച്ചു തോന്നുന്നു.
കഴിഞ്ഞ ഇൻട്രസ്റ്റ് കഴിഞ്ഞോ? ഇല്ല കഴിഞ്ഞില്ല. കഴിഞ്ഞു. അങ്ങനെ ഇവിടെ എല്ലാം പടക്കം പൊട്ടിക്കുന്ന സൗണ്ടാ കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. പിള്ളേരെ എനിക്ക് ഇവിടെ വന്നിട്ട് തോന്നി ഇന്ന് എല്ലാവരും അവധി ആയതുകൊണ്ട് എല്ലാരും എൻജോയ് ചെയ്യാ കേട്ടോ ഈ ഒരു ദിവസം. ഫോട്ടോ എടുപ്പും. അവർക്ക് ദീപാവലി ഭയങ്കര സംഭവല്ലേ. മുല്ലപ്പൂ ഇല്ല ചേച്ചിയുടെ തല ചെയ്യുന്നുണ്ടോ? അപ്പൊ കൂട്ടുകാരെ നിങ്ങളിപ്പോ കാണുന്നത് എന്താണെന്ന് അറിയോ? ഉപ്പാണ് കേട്ടോ. ഈ മൂടി ഇട്ടിരിക്കുന്നത് ഭയങ്കര കൂന പോലെ ഇരിക്കുന്നില്ല, ഇതെല്ലാം ഉപ്പാ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളും എന്താ പറയുന്നേ, ഞാനും ഇത്ര അതിശയിച്ചു പോയി. കാരണം ഇങ്ങനെ ഒന്നാമത്തെ കാര്യം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ദൈവമേ ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഉപ്പ് കൊണ്ടുവരുന്നത്. ഞാനാണെങ്കിൽ അത്യാവശ്യം ഉപ്പ് കഴിക്കുകയും ചെയ്യും. പക്ഷെ നോക്കിക്കേ, നിങ്ങൾ നോക്കി, ഇതെന്ന് ഉപ്പ് കണ്ടം പറയാ. എന്താ പറയുന്നതിന്? ഉപ്പ് പാടം. ദേ നോക്കിക്കേ, അപ്പുറത്തെ സൈഡിൽ നിറച്ച് ഉപ്പുണ്ട്. പക്ഷെ അത് നമുക്ക് കാണാനായിട്ട് നിങ്ങക്ക് പറ്റുന്നില്ലായിരിക്കും അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഈ കാണുന്നത് ഇവിടുത്തെ സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇവിടെ ദീപാവലിയുടെ നല്ല നല്ല അടിപൊളി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പിള്ളേരെല്ലാം പടക്കം പൊട്ടിക്കുന്നു. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല. അതെ, ഇവിടെയൊക്കെ ഉള്ള വീടുകളാണ് കേട്ടോ. ഇതെന്താണെന്ന് അറിയത്തില്ല. നമ്മളിപ്പോ കാണുന്നത് ഇപ്പം തൂത്തുക്കുടിയിലുള്ള സ്ട്രീറ്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറെ ആടൊക്കെ നിപ്പോണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വീടുകളാണ്, ചെറിയ ചെറിയ വീടുകൾ. അതേ നോക്കിയ വീട് കണ്ടോ. നല്ല എല്ലാവരും ഇന്ന് ഫ്രീ ആയിട്ടുള്ള ദിവസമാണ്. കാരണം എന്താ ദീപാവലിയല്ലേ. ഇതേ നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. ദീപാവലിയുടെ പടക്കം പൊട്ടിച്ച ആ ഒരു ചേട്ടന്മാരൊക്കെ അവിടെ നിപ്പോണ്ട്. നോക്കിയേ, എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ അല്ലേ. എല്ലാരും പടക്കം പൊട്ടിക്കുവാ. ഒരുങ്ങി നല്ല രസമായിട്ട് നിന്ന് പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദീപാവലി കാഴ്ച നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്തൊരു കാഴ്ച. അതെ, എല്ലാവരും എൻജോയ് ചെയ്യുവാണ്. എല്ലാവരും പടക്കം പൊട്ടിക്കുന്നു, അവരുടേതായ ഹാപ്പിനെസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുക അല്ലേ. നോക്കി, ഈ ഒരു സ്ട്രീറ്റ് ഇങ്ങനെ ഫുള്ള് ഇത് ഫുള്ള് ഇങ്ങനെ തന്നെ. ഇന്ന് ആർക്കും എങ്ങും പോകണ്ടാത്തോണ്ട് എല്ലാവരും ഭയങ്കര ആക്റ്റീവാ. രണ്ട് വേട്ടാവളിയന്മാര് പോന്നു. അയ്യോ, എന്താ അല്ലേ. ഇപ്പൊ ദീപാവലി ആയിട്ട് നമ്മൾക്ക് ഇന്ന് കുറച്ച് കഷ്ടകാലമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഏതാണ്ട് മാറി വരുന്നെന്ന് തോന്നുന്നല്ലേ. നോക്കിയ വണ്ടി ഓടിക്കുകയാണ്. ഞങ്ങൾ കുറെ ട്രാവൽ ചെയ്തു. ഇപ്പൊ നമ്മള് തൂത്തുക്കുടി അകത്തോട്ടുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. നമ്മളിനി റോഷ് പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ ഇങ്ങനെ കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമ്മൾ ശരിക്കും തൂത്തുക്കുടിയുടെ ഉള്ളേരിയയിലോട്ട് വന്നപ്പോഴാണ് ഈ ആൾക്കാർ എൻജോയ് ചെയ്യുന്നത്. അതായത് അവരുടെ ഒരു ദീപാവലി എന്ന് പറയുന്ന സംഭവം അല്ലേ. ദീപാവലി അവര് എൻജോയ് ചെയ്യുന്ന ഒരു ഇതൊക്കെ നമുക്കൊക്കെ നിറച്ച് പടക്കം പൊട്ടീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബടാ പടക്കം പൊട്ടീര്. എല്ലാരും ഇന്ന് ഓണായിട്ടിരിക്കുക. കാരണം ഇവർക്ക് പോവണ്ടല്ലോ, ദീപാവലിക്ക് ഇവര് നന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു ഇതല്ലേ. അപ്പം എല്ലാരും റോഡ് സൗണ്ട് കേൾക്കാൻ പറ്റുന്നെന്ന് തോന്നുന്നു. എല്ലാരും ഫുൾ പടക്കം പൊട്ടീര്, എല്ലാരും ആഘോഷം. പെൺകുട്ടികളെ ഞാൻ ശ്രദ്ധിച്ചു, പെൺകുട്ടികളെല്ലാം നിറയെ മുല്ലപ്പ് വെച്ച് ഭയങ്കര സുന്ദരികളായിട്ട് ഒരുങ്ങി അടിപൊളിയായിട്ട് നിന്ന് പടക്കം പൊട്ടിക്കുന്നത് ഞാൻ ഇപ്പൊ കണ്ടപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊന്നും എനിക്ക് തോന്നുന്നു ഇത്രയും ദീപാവലി ഒന്നും ആരും അങ്ങനെ ആഘോഷിക്കുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല. പിന്നെ എന്താ പറയാ, ഞങ്ങളിപ്പോ കൊറേ കിടന്ന് കറങ്ങി ഇങ്ങനെ തൂത്തുക്കുടി ഇങ്ങനെ ഫുള്ള് കറങ്ങിക്കൊണ്ടിരിക്കുക. നമുക്കും വേണമെങ്കിൽ നോക്കട്ടെ, വൈകിട്ട് നമുക്ക് ഓരോ പടക്കം പൊട്ടിക്കാം.